Hello everyone, welcome back to my channel Ncert Malayalam. Ncert class 8ലെ ഇംഗ്ലീഷ് ചാപ്റ്റർ 10 The Great Stone Face-ൻ്റെ സെക്കൻഡ് ഫേസിലെ പാർട്ട് 1 ഡിസ്കഷനാണിത്. സോ ഓൾറെഡി നമ്മൾ പാർട്ട് 1 അതായത് സെക്ഷൻ 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ പറ്റും കേട്ടോ. സോ The Great Stone Face 2 chapter 10. Before you read, many years passed. Ernest was now a man of middle age. To his neighbors, who never suspected that he was anything more than an ordinary and familiar face, he was only a humble and hardworking, though a thoughtful person. But what about the old prophecy? Was it ever fulfilled? Let us read and find out. So, നമ്മുടെ ഏർണസ്റ്റ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഏർണസ്റ്റ് ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരാളായി മാറിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നൈബേഴ്സിനാവട്ടെ ഒന്നും അദ്ദേഹത്തിന് സസ്പെക്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സംശയത്തോടൊന്നും കണ്ടിട്ടില്ല. അദ്ദേഹം പാവം ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പരിചിതനായിട്ടുള്ള നല്ലൊരു ഹമ്പിൾ, നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. നമ്മുടെ ഓൾഡ് പ്രൊഫസിക്ക് എന്ത് സംഭവിച്ചു, അത് ഫുൾഫിൽ ആയിട്ടുണ്ടോ, അതൊക്കെ നമുക്ക് നോക്കാം. സോ ദ ഇയേഴ്സ് ഹറിഡ് ഓൺ and brought white hairs upon the head of Ernest and made wrinkles across his forehead and furrows in his cheeks. He was an old man. സോ നമ്മുടെ വർഷങ്ങൾ കഴിഞ്ഞു. ഏർണസ്റ്റ് ആവട്ടെ അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ നരച്ചു. അതാണ് വൈറ്റ് ഹെയർസ് അപ്പോൺ ദ ഹെഡ് ഓഫ് ഏർണസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ മുഖത്തും ഫോർഹെഡിലാവട്ടെ നെറ്റിയിലൊക്കെ ആവട്ടെ ചുളിവുകൾ വന്നു. ചീക്സിലൊക്കെ ആവട്ടെ ഇങ്ങനെ ഡീപ്പ് ലൈൻസ് അല്ലെങ്കിൽ ഫറോസ് ഉണ്ടായി. അതായത് കവിളിലൊക്കെ ഇങ്ങനെ ഡീപ്പ് ലൈൻസ് ഉണ്ടായി. അദ്ദേഹം ഒരു വയസ്സനായി മാറി എന്നാണ്, ഒരു വൃദ്ധനായി മാറി. ബട്ട് നോട്ട് ഇൻ ദ വെയിൻ ദാറ്റ് ഹീ ഹാഡ് ഗ്രോൺ old. More numerous than the white hairs on his head were the wise thoughts in his mind. So അദ്ദേഹം ഒരു നോട്ട് ഇൻ വെയിൻ എന്ന് വെച്ചാൽ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് അദ്ദേഹത്തിൻ്റെ. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ വൈറ്റ് ഹെയർസ് അദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്ത് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്ത് ഒരുപാട് വൈസ് ആയിട്ടുള്ള തോട്ടുകളാണ് അല്ലെങ്കിൽ ചിന്തകളാണ് ഉള്ളത്. ആൻഡ് ഏർണസ്റ്റ് ഹാഡ് സീസ്ഡ് ടു ബി ഒബ്സ്ക്യൂർ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അത്ര ഫേമസ് ആയിട്ടൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിന് ഇത്ര നല്ല ഈ വയസ്സായിട്ടുള്ള ആളാണെങ്കിലും അൺസോട്ട് ഫോർ അൺഡിസയർഡ് ആൻഡ് ഹാഡ് കെയിം ദ ഫെയിം വിച്ച് ഇസ് നോ മോർ മെനി സീക്ക്. ഹീ ഹാഡ് ബിക്കം ഫേമസ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് ദ വാലി. പക്ഷേ എന്ന് വെച്ചാൽ അദ്ദേഹം ആഗ്രഹിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഫേമസ് ആവണമെന്ന്. പക്ഷേ വാലി മൊത്തം അദ്ദേഹത്തിനെ പറ്റി അറിയാൻ തുടങ്ങി. ഹി ഹാഡ് ബിക്കം ഫേമസ് ബിയോണ്ട് ദ ലിമിറ്റ്സ് ഓഫ് ദ വാലി. കോളേജ് പ്രൊഫസേഴ്സ് ആൻഡ് ഈവൻ ദ ആക്റ്റീവ് മെൻ ഓഫ് ദ സിറ്റീസ് കെയിം ഫ്രം ദ ഫാർ ടു സീ ആൻഡ് കോൺവേഴ്സ് വിത്ത് ഏർണസ്റ്റ് ആൻഡ് he received them with a gentle sincerity and spoke freely with them of whatever come uppermost or lay deepest in his heart or their own. സോ അദ്ദേഹം ഇതിനെ കാണാൻ വേണ്ടിയിട്ട് വാലിയിലുള്ള ആൾക്കാർ മാത്രമല്ല, പുറത്തുനിന്നുള്ള കോളേജ് പ്രൊഫസേഴ്സും അതുപോലെ തന്നെ സിറ്റിക്കകത്തുള്ള ആക്റ്റീവായിട്ടുള്ള ആൾക്കാരും ദൂരെ നിന്നുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നു, അദ്ദേഹത്തിനോട് സംസാരിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹം എല്ലാവരെയും എങ്ങനെ നല്ല രീതിയിൽ സിൻസിയറായിട്ട് അദ്ദേഹം എല്ലാവരെയും വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഒരു രീതിയിൽ തന്നെ അവരോട് സംസാരിക്കുമായിരുന്നു. അത് ഇനി നല്ല രീതിയിലും മാത്രമല്ല, നല്ല അദ്ദേഹത്തിൻ്റെ ഹാർട്ടിന് ഡീപ്പസ്റ്റിലൂടെ, അതായത് അത്രയ്ക്കും ആത്മീയമായിട്ടും അദ്ദേഹം അവരുടെ അടുത്ത് കോൺവേഴ്സ് ചെയ്യാറുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് സംസാരിക്കും. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫേസൊക്കെ ഇങ്ങനെ തിളങ്ങുമായിരുന്നു, ബ്രൈറ്റൻ ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം പോലും അറിയാതെ തന്നെ അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫേസിലേക്ക് ഈവനിങ് മിഡ് ലൈറ്റ് അല്ലെങ്കിൽ ഈവനിങ് ലൈറ്റിൻ്റെ ആ ട്വൈലൈറ്റിൻ്റെ വെളിച്ചം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തടിച്ചിട്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ പ്രസരിപ്പോടെ കാണിക്കുമായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു സെൻറ്റൻസിൽ പറയുന്നത്, ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ. While Ernest had been growing old, God has granted a new poet to his earth. He too was a native of the valley, but had spent the greater part of his life in a distant cities, pouring out his sweet music everywhere. So Ernest ആവട്ടെ ഇങ്ങനെ വയസ്സനായി, ഗോഡ് ആവട്ടെ അദ്ദേഹത്തിന് അത് ഒരു പുതിയൊരു, അതായത് ലോകത്തേക്ക് ഒരു പുതിയൊരു പോയറ്റിനെ കൊടുത്തു. അപ്പോൾ ആ പോയറ്റും ആവട്ടെ ഈ വാലിയുടെ ഒരു നേറ്റീവാണ്, അല്ലെങ്കിൽ ഈ വാലിയിൽ ജനിച്ചു വളർന്ന ഒരാളായിരുന്നു. പക്ഷേ കൂടുതൽ സമയം ആ പോയറ്റ് വേറെയുള്ള ദൂരത്തുള്ള സിറ്റീസിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലായിടത്തേക്കും മ്യൂസിക് പോർ ചെയ്തിട്ട് അത്രയ്ക്കും നല്ലൊരു പോയറ്റായിരുന്നു ആ ഒരു പോയറ്റ്. Neither was the great stone face forgotten, for the poet had celebrated in a poem. So the songs of this poet found their way to Ernest. He read them after his customary toil,
seated on the bench before his cottage door. As he read, he lifted his eyes to the mountain. സോ ഈ പോയറ്റും ആവട്ടെ ഈ നമ്മുടെ ഗ്രേറ്റ് സ്റ്റോൺ ഫേസിനെ പറ്റി മറന്നിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പോയംസിലൊക്കെ ഈ ഗ്രേറ്റ് സ്റ്റോൺ ഫേസിനെ ഉൾപ്പെടുത്തുമായിരുന്നു. ഈ പോയറ്റ് ആവട്ടെ നമ്മുടെ ഏണസ്റ്റിനെ പറ്റിയും കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കസ്റ്റമറി റീൽ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ യൂഷ്വൽ വർക്ക് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ കോട്ടേജിന് മുന്നിലുള്ള ഒരു ബെഞ്ചിലിരുന്നിട്ട് അദ്ദേഹം ഈ പോയം ഇങ്ങനെ വായിക്കുമായിരുന്നു. അദ്ദേഹം എന്നിട്ട് ആ ഒരു നമ്മുടെ മൗണ്ടെയിനെ ഒന്ന് നോക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. "Oh, great stone face," he said, "is not this man worthy be your likeness?" The face seemed to smile but did not answer. സോ ആ ഒരു സമയത്ത് നമ്മുടെ ഗ്രേറ്റ് സ്റ്റോൺ ഫേസിനോട് നമ്മുടെ ഏണസ്റ്റ് ചോദിക്കുകയാണ്, ഈ ആളല്ലേ അല്ലെങ്കിൽ ഈ മനുഷ്യനല്ലേ നിൻ്റെ മുഖസാദൃശ്യം പോലത്തെ ഒരാളെന്ന് ചോദിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് നമ്മുടെ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് ആവട്ടെ ഒന്ന് ജസ്റ്റ് പുഞ്ചിരിച്ചു. പക്ഷേ അവരെന്ത് ചെയ്തില്ല, ആ ഒരു ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് അതിന് മറുപടിയായിട്ടൊന്നും കൊടുത്തില്ല. Now it happened that the poet, though he lived so far away, had not only heard of Ernest but had thought of much about his character and wished to meet this man whose wisdom walked hand in hand with the noble simplicity of his life. So ഇത് പോയറ്റ് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആ പോയറ്റ് കുറച്ച് ദൂരെയുള്ള ആളാണ്. അപ്പോൾ ഏണസ്റ്റിന് അദ്ദേഹത്തെ പറ്റി കേട്ടൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു ഏണസ്റ്റിനെ പറ്റിയിട്ടാണെങ്കിൽ ഒന്നും കേട്ടൊന്നുമില്ല, ജസ്റ്റ് ക്യാരക്ടർ മാത്രം അറിയാം. അതുകൊണ്ട് തന്നെ ഏണസ്റ്റിനെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ നോബിലിസിറ്റി അല്ലെങ്കിൽ സിംപ്ലിസിറ്റി നോക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പോയറ്റ് ആഗ്രഹിച്ചു. One summer day, therefore, he arrived at Ernest's door, where he found that the gaunt old man holding a book in his hand, which he read and then, with a finger between the leaves, looked loving at the great stone face. സോ ഒരു ദിവസം ഒരു സമ്മർ ഡേയിൽ നമ്മുടെ പോയിട്ട് നമ്മുടെ ഏണസ്റ്റിനെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹത്തിൻ്റെ ഡോറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ കണ്ടതെന്ന് വെച്ചാൽ ഒരു വൃദ്ധനായിട്ടുള്ള ഒരാൾ കയ്യിൽ ബുക്കും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കൈയിൻ്റെ വിരലുകളിലൂടെ അല്ലെങ്കിൽ ലീവ്സിൻ്റെ ഉള്ളിലൂടെ ഒക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഗ്രേറ്റ് സ്റ്റോൺ ഫേസിനെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഏണസ്റ്റ്. "Good evening," said the poet. "Can you give a traveler a night's shelter?" സോ ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പറയുകയാണ്, ഒരു ട്രാവലർക്ക് ഒരു രാത്രി ഒരു ഷെൽട്ടർ, ഒരു അഭയം കൊടുക്കുമെന്ന് ചോദിക്കുകയാണ്. "Gladly," answered Ernest. ഓ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഏണസ്റ്റ് റിപ്ലൈ കൊടുക്കുകയാണ്. ആൻഡ് ഹി ആഡഡ് ദാറ്റ്, സ്മൈലിംഗ്, "I think I never saw the great stone face look so hospitality at a stranger." അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് ഇങ്ങനെ പറയുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഇതുവരെ കണ്ടിട്ടില്ല നമ്മുടെ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അപരിചിതനായിട്ടുള്ള ഒരാളെ നോക്കിയിട്ട് ഇത്ര ജെൻറ്റിലായിട്ട് അല്ലെങ്കിൽ കൈൻഡായിട്ട് ഇങ്ങനെ നോക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് നമ്മുടെ പോയിറ്റിൻ്റെ അടുത്ത് പറയുകയാണ്. സോ ദ പോയിറ്റ് സാറ്റ് ഡൗൺ beside him, and he and Ernest talked together. Never before had the poet talked with a man like Ernest, so wise and gentle and kind. Ernest, on the other hand, was moved by the living images flung out of the poet's mind. സോ നമ്മുടെ പോയറ്റ് ആവട്ടെ നമ്മുടെ ഏണസ്റ്റിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. എന്നിട്ട് ഓരോന്നിങ്ങനെ സംസാരിക്കുകയാണ് അവർ. ഇതിലെന്താണെന്ന് വെച്ചാൽ ഏണസ്റ്റും പോയറ്റും നല്ലോണം സംസാരിച്ചു. പോയിട്ട് ഒരിക്കലും ഇതിന് മുന്നേ ഇങ്ങനത്തെ ഒരാളെടുത്ത് സംസാരിച്ചിട്ടേ ഇല്ല. ഇത്രയ്ക്കും വയസ്സായിട്ടില്ല അല്ലെങ്കിൽ ഇത്ര ജെൻറ്റിൽ കൈൻഡ് ആയിട്ടുള്ള ആളെ ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഏണസ്റ്റ് ആവട്ടെ ഈ പോയിറ്റ് അതായത് വാസ് മൂവ്ഡ് ബൈ ദ ലിവിങ് ഇമേജസ് ഫ്ലങ് ഔട്ട് ഓഫ് പോയിറ്റ്സ് മൈൻഡ്. പോയിറ്റിൻ്റെ മൈൻഡിലുള്ള ഒരു ലിവിങ് ഇമേജിൽ അദ്ദേഹം ഇങ്ങനെ ഫ്ലൈ ചെയ്യായിരുന്നു അല്ലെങ്കിൽ ഫ്ലൈ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. So, as Ernest listened to the poet, he imagined that the great stone face was bending forward to listen to. He gazed into poet's eyes. So, Ernest ഇങ്ങനെ പോയിറ്റായിട്ട് ലിസൺ ചെയ്യുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് അതിൻ്റെ കാത് ഇങ്ങനെ ആ പോയിറ്റ് എന്താ സംസാരിക്കുന്നത് വെച്ചാൽ അതിലൂടെ ഇങ്ങനെ കൂർപ്പിച്ചിരിക്കുന്നതെന്നാണ് നമ്മുടെ ഏണസ്റ്റിനെ ഇമാജിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏണസ്റ്റിൻ്റെ കണ്ണുകളിലേക്ക് അദ്ദേഹം നോക്കിയിട്ടുണ്ടായിരുന്നു. ഏണസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പോയറ്റിൻ്റെ കണ്ണുകളിലേക്ക്. ഇനി എന്താ നമുക്ക് സംഭവിച്ചെന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവരി വൺ ആൻഡ് താങ്ക് യു സോ മച്ച്.